ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2021 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാധിക. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പം ഈ വീഡിയോസ് എത്ര പേർ കാണുമെന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് ഫുള്ള് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഈ വീഡിയോ എന്നല്ല, ഏതൊരു വീഡിയോ ഒരു യൂട്യൂബർ ചെയ്താലും അതിന് പുറത്ത് ഒരുപാട് എഫേർട്സ് കാണും. ഇപ്പം എനിക്കിവിടെ 2 മക്കളാണ് ഉള്ളത്. ഒരു പൊടിമോളുണ്ട്. അപ്പോൾ ഇയാളൊന്നും ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കാതിരിക്കില്ല. എപ്പോഴും ബഹളമാണ്. ചിലപ്പോൾ കരച്ചിലായിരിക്കും, ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഓരോ വീട്ടിലും വീട്ടമ്മമാരായാലും അതുപോലെ തന്നെ ആര് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെതായ ഒരുപാട് പാടുകൾ പെട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുന്നവരൊന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ പുറത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവരുടെ മുന്നേയുള്ള വീഡിയോസ് കാണുകയും അവരെന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ഏത് രീതിയിൽ കമൻറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2-3 ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ചാനലുണ്ടല്ലോ. ഞാൻ ടീച്ചറിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ടീച്ചറിനെ ഒരു റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ടീച്ചറിൻ്റെ അടിയിലെല്ലാം വന്ന് ബാഡ് കമൻറ്റ്സ് ചെയ്യുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പം ഞാൻ കമൻറ്റ് വായിച്ച് അങ്ങനെ കണ്ടതല്ല കേട്ടോ. ടീച്ചറിൻ്റെ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെയാണ് ഇത് മനസ്സിലാക്കിയത്, അല്ലാതെ കണ്ടതല്ല. അപ്പോൾ എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്തൊന്നും പരിചയമൊന്നുമില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത്, തെറ്റാണോ ശരിയാണോ, ഏത് രീതിയിലാണ് അഭിപ്രായം പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഈ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. എനിക്കിതിനകത്ത് ദീപ്തി ടീച്ചറിനെ നേരിട്ട് പരിചയമില്ല. ടീച്ചറിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, അതിൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ. ടീച്ചർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു വ്യക്തിയാണ് ടീച്ചർ. അപ്പോൾ ടീച്ചറിനെ അറിയാത്തവർക്കായിട്ട് ഞാൻ ടീച്ചറിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതെനിക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കറക്റ്റ് ആക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കണം എനിക്ക് ഇത്രയും നീണ്ടു പോയി. ഒരുപാട് ദിവസമായി. പിന്നെ ഞാൻ വെച്ച് പോകാൻ വേണ്ട, ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട, എല്ലാവരും ചെയ്തല്ലോ, ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ചാനലിൽ വീഡിയോസിനടിയിൽ കമൻറ്റ് ഇടുന്ന റാണി പി സദാശിവം എന്ന വ്യക്തിയെ തിരഞ്ഞു പോകുന്ന എല്ലാവർക്കും SR വ്ലോഗ്സ് എന്നൊരു ചാനലാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ SR വ്ലോഗ്സ് എന്നടിക്കുമ്പോൾ നമ്മുടെ ഒരു സുബിന രാജീവ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഞാൻ ആ ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബറാണ്. ചേച്ചി ഡെയിലി 7:30 ലൈവ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനും ലൈവൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് എൻ്റെ ലൈവിലൂടെ ഞങ്ങൾ പരസ്പരം ലൈവിലൊക്കെ പോകാറും ഒക്കെ ഉണ്ട്. ചേച്ചിയായാലും ചേട്ടനായാലും എനിക്കറിയാം. അപ്പോൾ അവരുടെ മാന്യമായ പെരുമാറ്റ രീതിയാണുള്ളത് കേട്ടോ. പക്ഷേ ആ ചേച്ചിയുടെ ലൈവിലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബാഡ് കമൻറ്റ്സ്. ചേച്ചിയെ പറയുന്നത് ചേച്ചി എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് ബാഡ് കമൻറ്റ്സുകൾ വരുന്നത്. പക്ഷേ ഈ ബാഡ് കമൻറ്റ്സിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോസ് എൻ്റെ അടിയിൽ കമൻറ്റ് ഇടുന്ന വ്യക്തി ഈ സുബിന ചേച്ചിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ കമൻറ്റുകളെല്ലാം വരുന്നത് കേട്ടോ. പക്ഷേ ദീപ്തി ടീച്ചറിൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ ആ വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്. ടീച്ചർ പറയുന്നുണ്ട് ടീച്ചറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് പോകുന്നവർ SR വ്ലോഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ അത് സുബിന രാജീവ് എന്ന് പറഞ്ഞൊരു ചാനലിലേക്കാണ് എത്തുന്നത്. അവരല്ല ഇത് ചെയ്തത് റാണി പി സദാശിവം എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ്. റാണീസ് കിച്ചൺ വേൾഡ്, റാണീസ് വേൾഡോ അങ്ങനെ എന്തുവാണ് ചാനൽ, ഞാൻ ആ ചാനൽ കണ്ടിട്ടില്ല. ദീപ്തി ടീച്ചർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാനിവിടെ എടുത്തിരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണുക. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ദീപ്തി ടീച്ചറിനെയും അതുപോലെ തന്നെ ഈ റാണി പി സദാശിവത്തിനെയൊക്കെ കാണിക്കാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞ മിസ്റ്റേക്കാണ്, ക്ഷമിക്കുക. ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വേണ്ടാന്ന് വെച്ചിട്ടാണ് വീണ്ടും എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളാണുള്ളത്. ഞാൻ ആദ്യം ഈ റാണി പി സദാശിവം എന്ന വ്യക്തിയുടെ കമൻറ്റ് മൂലം ബാധിക്കപ്പെട്ട നമ്മുടെ സുബിന രാജീവ് എന്ന് പറയുന്ന SR വ്ലോഗ്സ്, സുബിന S രാജീവ് R, അവർ രണ്ടിൻ്റെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ച് SR വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനലിൽ സുബിന ചേച്ചി പറയുന്ന റിയാക്ഷൻ വീഡിയോയും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണുക. ഫുൾ വീഡിയോസ് ഉള്ള 4 മിനിറ്റോളം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ
എന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ എന്നെ അന്വേഷിച്ചു വരുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു പരിചയപ്പെടുത്തലാണ്. അതായത് SR വ്ളോഗ് അന്വേഷിച്ചു വരുന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, പുതിയ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് സുബിന, ഹസ്ബൻഡിൻ്റെ പേര് രാജീവ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ലെറ്റർ നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മളൊരു ചാനലിന് പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് SR വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഈ പുതുവർഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു വർഷം അവസാനിക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു വർഷം എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2024 അവസാനം 2025 തുടക്കം എനിക്ക് ഗംഭീരമായിട്ട് എന്താ പറയുക മോശം സമയമായിരുന്നു. ഈ മോശം സമയം എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടോ അതല്ല, അതായത് നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കിട്ടിയിട്ടുള്ളതല്ല. അങ്ങനെ കിട്ടിയിട്ടാണെങ്കിൽ നമുക്കത് ആശ്വസിക്കായിരുന്നു. അതായത് എൻ്റെ കയ്യിലിരിപ്പോണ്ടല്ലേ എന്നുള്ളത് ആശ്വസിക്കായിരുന്നു. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് വേറെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ഞാൻ ഇരയാക്കപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ അതേ കടക്കാൻ പോകുന്നത്. പിന്നെ ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. കുറെ വലിച്ചു നീട്ടി നമ്മൾ നാടകീയതയൊന്നും കൊണ്ടുവരുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് നമ്മുടെ ദീപ്തി ടീച്ചറുടെ എന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള പേരിൽ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. പക്ഷെ ആ ഒരു ഇപ്പൊ ചേച്ചിന്ന് വിളിക്കാൻ പാടില്ല, കാരണം എനിക്ക് അവരെ പ്രായം അറിയില്ല, എൻ്റെ പ്രായം ചിലപ്പോൾ അവർക്കും അറിയില്ല. പക്ഷെ കാണുന്നവരൊക്കെ പറയുന്നത് ഞാൻ ദീപ്തി ടീച്ചറുടെ അമ്മയാവാനെ പ്രായമുണ്ട്, അമ്മൂമ്മയാവാനുള്ള പ്രായമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഉള്ളൂ. കാരണം എനിക്ക് കുട്ടികളും ഒന്നും ഇല്ലാത്തതല്ല. അപ്പൊ പിന്നെ അത് ആ വഴിക്ക് തന്നെ ഇരിക്കട്ടെ. പിന്നെ അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, അത് അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നു. പിന്നെ അപ്പോൾ നമ്മളെ ടീച്ചർ തന്നെ സംബോധന ചെയ്യുന്നുണ്ട് ഒരു ബഹുമാനത്തിന് വേണ്ടിയിട്ട്. അവർ നല്ല നല്ല കാര്യങ്ങളും എന്താ പറയുക അവരെ കൊണ്ട് കഴിയുന്ന ആ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് ആ ടീച്ചർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മളെന്നല്ല സമൂഹം മൊത്തം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ തന്നെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഇനി നല്ല നല്ല പ്രവൃത്തികളും കാര്യങ്ങളും ചെയ്യാനായിട്ട് സർവേശ്വരം കൂടെ നിൽക്കട്ടെ. ജീവിതത്തിലുടനീളം നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ അവർക്ക് അനുഗ്രഹിച്ച് കിട്ടട്ടെ. അത് ഒരു പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. കാരണം എനിക്കത് നന്നായി മനസ്സിലാവുന്ന ഒരാളാണ്. പിന്നെ ഇനി ഞാൻ വരുന്നത് എൻ്റെ വിഷയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ടീച്ചറിട്ട ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു വ്യക്തി, അതായത് റാണി പി സദാശിവം എന്നുള്ള പേരിലുള്ള SR വ്ളോഗ് നടത്തുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ചെന്ന് ഈ ടീച്ചറുടെ വീഡിയോ ഇടുന്നതിൻ്റെ ചുവടെ കമന്റ് ബോക്സിൽ പോയിട്ട് നിരന്തരം ഇട്ട ബാഡ് കമന്റുകൾ അവരതിനെ എന്താ പറയുക നിരീക്ഷിച്ച് അവര് ആ ഒരു റാണി പി സദാശിവം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവര് ഒന്ന് റിയാക്ട് ചെയ്തിട്ട്, അതായത് അവരുടെ ബാഡ് കമന്റുകളെ റിയാക്ട് ചെയ്തിട്ട് ആ ടീച്ചർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അതായത് അവരുടെ വീഡിയോ കാണുന്ന ആളുകളെല്ലാം, അതായത് നമ്മളെ പോലെ കുഞ്ഞൊരു ചാനലല്ല അവരുടേത്, അതായത് അവരുടെ ഒരു വലിയൊരു ചാനലാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തികളിലൂടെ വന്നിട്ടുള്ള ഒരു നല്ലൊരു ചാനലാണ് അവരുടേത്. അപ്പോൾ ആ ഒരു ടീച്ചറുടേത്. അപ്പോൾ അതിലൂടെ നമുക്ക് ആ ടീച്ചർ ആ വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് അവരിട്ട ആ ഒരു വീഡിയോ, പക്ഷെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം SR വ്ളോഗ് ചാനല് സെർച്ച് ചെയ്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത് അത് ഈ പാവം നമ്മുടെ SR വ്ളോഗാണ് കേട്ടോ. അതായത് ഈ സുബിന രാജീവ് എന്നുള്ള പേരിൽ നമ്മുടെ രണ്ടുപേരുടെയും ആ പേരിന്റെ ഫസ്റ്റ് ലെറ്ററുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അപ്പോൾ സുബിന ചേച്ചിയുടെ വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ. ഇനി നമ്മുടെ ദീപ്തി ടീച്ചറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീപ്തി ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ദീപ്തി ടീച്ചറിൻ്റെ ആ റിയാക്ഷൻ വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ റാണി പി സദാശിവത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടീച്ചറിൻ്റെ തന്നെ വീഡിയോ തന്നെ സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. സദാശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റാണി പി സദാശിവൻ എന്നുള്ള ഐഡിയ ആണാണോ പെണ്ണാണോ എന്ന്
പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിലും അവരെഴുതുന്ന ഒരു ഭാഷാ രീതി വെച്ചിട്ട് അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടു, നമ്മൾ അന്വേഷിച്ചു, പെട്ടെന്ന് തന്നെ ആളെ കിട്ടി. ആളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി, അവരുടെ മകളെ പറ്റിയും ബാക്കി കുടുംബക്കാരെ പറ്റിയുള്ള എല്ലാം കിട്ടി. പക്ഷെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണെന്നുള്ളത്. അപ്പൊ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് വരെ വീഡിയോ കാണാത്തവരോടായിട്ട് പറയുന്നതേ ഉള്ളൂ. കുറേ നാളായിട്ട് നമ്മുടെ ചാനലിലും വന്ന് മോശം കമന്റ് ഇടുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള 1-2 വാക്കുകളുണ്ട്. അതായത് അവിഹിതം, അപരാധം, വ്യഭിചാരം. എല്ലാവർക്കും റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പൊ നമുക്ക് പാചകം തുടങ്ങാം. റാണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കമത്തി സമ്മന്തിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഹായ്, റാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ്. ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു വന്നപ്പോ ക്യാമറ പെട്ടുപോയി. അത്രയും ഭാഗം ഒന്ന് കാണിച്ചു തരാം. ആളുകൾ വിശ്വസിക്കുന്നു. അതെന്തായാലും ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയൂ. വീഡിയോ ഡിലീറ്റ് ചെയ്യല്ലേ ചേച്ചി, ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഡൗൺലോഡ് ചെയ്ത് ചേച്ചി ഡിലീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ടാറ്റ. എന്റെ അക്കയ്ക്ക് അക്കയ്ക്കുമോട് എല്ലാ ദിവസവും തരും കേട്ടോ. ഒക്കെ അക്ക വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. കല്യാണത്തിന് സമ്മാനം തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. കാരണം അക്ക ഈ ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ അക്കേന്റെ വീഡിയോ ഇട്ടിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടു, ഈ ഒരു വീഡിയോ ഇട്ടു. അക്കേന്റെ ഈ ഒരു 2 വീഡിയോ കാരണം എന്തായാലും കിട്ടുന്ന പൈസക്ക് ഞാൻ ഈ കയ്യുടെ ഇങ്ങേ അറ്റത്ത് എന്റെ കല്യാണത്തിന് ഒരു സ്വർണ്ണവള മേടിച്ചിടും. അക്ക തന്ന ഫണ്ടാ അത് കേട്ടോ. എന്റെ അക്കയ്ക്ക് വേണ്ടി ഞാൻ ആ വളയിടും. അപ്പൊ കല്യാണ ഗിഫ്റ്റിന് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ SR വ്ലോഗ്സിലെ സുബിന ചേച്ചി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം റാണി പി സദാശിവത്തിനെയും കണ്ടു കാണും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടാലും, ഇപ്പോൾ ഈ ഒരു വീഡിയോ അല്ല ഏതൊരു വീഡിയോ കണ്ടാലും അത് ഫുള്ള് കാണാൻ ശ്രമിക്കുക. ആരാണ് അതിനകത്തുള്ള തെറ്റ്, ആരാണ് ശരിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കുക. ഇപ്പോൾ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വലിയ ചാനൽ തന്നെയാണ്, ഒരുപാട് വലിയ ചാനലാണ്. ടീച്ചറിൻ്റെ ഫാമിലി ഇഷ്യൂസ് ആയാലും ടീച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം ടീച്ചർ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടതിന് ശേഷവും ടീച്ചറിനെ ഇങ്ങനെ വിമർശിക്കാനായിട്ട് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എങ്ങനെയാണെങ്കിലും നല്ലവർക്കൊന്നും സ്ഥാനമില്ല എന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ. എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവർ ഇതുപോലുള്ള സഹായങ്ങൾ സമൂഹത്തിന് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിക്കാൻ ശ്രമിക്കുക. അതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ SR വ്ലോഗ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സുബിന ചേച്ചീൻ്റെ അജീവേട്ടനും ആരെയും ഒരു തരത്തിലുള്ള മോശം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കണ്ടു. ഒരു തരത്തിലും ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല. ചേച്ചി പറഞ്ഞിരിക്കുന്ന ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം വരും. ചേച്ചി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പിടിച്ചു നിന്നത്. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതിന് ചിലപ്പം ഞാനൊക്കെ ആദ്യം നല്ലപോലെ ഡെസ്പായി പോകാൻ കേട്ടോ. പിന്നെ ഒരു ചാനലിൽ മുന്നോട്ട് പോകണോ വേണ്ട. പക്ഷെ ചേച്ചിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. SR വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ചേച്ചിയും ചേട്ടനും കൂടെ കൊണ്ടുവന്നതാണ്. അവരുടെ ജീവിതവും ജീവനും ഒക്കെയാണ് ആ ചാനൽ. അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതിനെ ഒറ്റയടിക്ക് നശിപ്പിക്കാനായിട്ട് നോക്കുന്നവർ ചിന്തിക്കുക. അതിൽ ആ ഒരു ചാനൽ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ആരായാലും ഒരു ഇൻ കേസ് 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു കുഞ്ഞു ചാനലായാൽ പോലും ആ 10 സബ്സ്ക്രൈബേഴ്സിനെ അവർ ഒപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 7:30 മുതൽ 12 മണി വരെയൊക്കെ, ചിലപ്പോൾ 12 മണി വരെയൊക്കെ ചേച്ചിയുടെ ലൈവ് ഉണ്ട്. ഞാനും ആ ടൈമിൽ ലൈവ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഉറക്കൊഴിഞ്ഞിരുന്ന് ഈ ലൈവുകളിലൊക്കെ ലൈവായാലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഈ ചാനലിന് വേണ്ടിയാണ്, ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ആ ചാനലിൽ ലൈവിൽ പങ്കെടുക്കുന്നവർക്കറിയാം എത്ര സൗമ്യമായിട്ടും ശാന്തമായിട്ടും സ്നേഹപൂർവ്വമാണ് അവർ ആ ലൈവ് ചെയ്യുന്നതെന്നും. പക്ഷെ ആ ലൈവിൽ പോലും വന്ന് ഒരുപാട് ബാഡ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. ലൈവിന് ശേഷവും കമൻ്റായിട്ട് ഒരുപാട് ബാഡ് ഇടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റിദ്ധാരണയുടെ മൂലമാണ് കേട്ടോ. ദീപ്തി ടീച്ചറിനെ ബാഡ് കമൻറ്റ് ഇട്ടത് നമ്മുടെ സുബിന ചേച്ചി ആണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഈ കമൻറ്റുകൾ വരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും അത് SR വ്ലോഗ്സ് സുബിന രാജീവ് അല്ല, അത് റാണി പി സദാശിവം എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ ദീപ്തി ടീച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടീച്ചർ അത് റിവീൽ ചെയ്യുകയും ചെയ്തു, ടീച്ചറിൻ്റെ ചാനലിലൂടെ റിവീൽ ചെയ്യുകയും ചെയ്തു. അപ്പം ഇത്രയും എൻ്റെ ഈ ഒരു അഭിപ്രായം
എനിക്കൊരു വിഷമമാണ് വന്നത് ഇങ്ങനൊരു ഇത് കണ്ടതിന് ശേഷം. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ കൊള്ളില്ല, ഓക്കെ, ഈ ഇത് നിങ്ങളെടുത്ത വീഡിയോ കൊള്ളില്ല, ഈ കണ്ടൻറ്റ് കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നന്നായിരുന്നു, നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം. അതിനുവേണ്ടിയാണല്ലോ കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ വന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ മറ്റുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ തെറിവാക്കുകളൊക്കെ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇനിയെങ്കിലും നമ്മുടെ SR വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ, അതായത് നമ്മുടെ സുബിന രാജീവ് എന്ന് പറയുന്ന അവരുടെ ചാനലിന് എതിരെയുള്ള ഈ ബാഡ് കമൻസ് ഉള്ള ആക്രമണം അവസാനിപ്പിക്കുക, എൻ്റെ അപേക്ഷയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ വിട്ടു പോകുന്നത് കൊണ്ടാണ്, നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഫുള്ള് കാണാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഈ തെറ്റിദ്ധാരണകൾ കൂടുതൽ വരുന്നത്. അപ്പം ആരുടെ വീഡിയോസ് കണ്ടാൽ, ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോസ് പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 25 മിനിറ്റോളം ഉണ്ട് ആ വീഡിയോ. ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടായിരുന്നു. ടീച്ചർ ആ വീഡിയോയ്ക്കകത്ത് ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. സുബിന രാജീവ് എന്ന് പറയുന്ന വ്യക്തി അല്ല ഇത് ചെയ്തതെന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കണ്ടതിന് ശേഷം വിലയിരുത്തുക കേട്ടോ. ആരാണ് മിസ്റ്റേക്ക്, ആരാണ് തെറ്റുകാരി എന്ന് മനസ്സിലാക്കിയിട്ട് ക്രൂശിക്കുക. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്തവരെ ഇനിയെങ്കിലും വെറുതെ വിടുക. എൻ്റെ ദീപ്തി ടീച്ചറിനോട് ഒരുപാട് സ്നേഹമാണ്. ടീച്ചർ ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ടീച്ചറിൻ്റെ മാരേജിന് വേണ്ടിയിട്ടുള്ള ഓൾ ദി ബെസ്റ്റ് ഇതോടൊപ്പം തരുന്നുണ്ട്. ടീച്ചറിന് വളരെ നല്ലൊരു ചാനലാണ്. ഇനിയും നല്ലതുപോലെ ടീച്ചർ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ടീച്ചറിന് സാധിക്കട്ടെ എന്ന് തമ്പുരാനോട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ SR വ്ലോഗ്സ് ചേച്ചിയുടെ ചാനൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയെങ്കിലും ആ ഒരു ചാനലിനെ വേട്ടയാടാതിരിക്കുക. യാതൊരുവിധ ഉപദ്രവവും ആർക്കും ചെയ്യാതെ പോകുന്ന ഒരു കുഞ്ഞു ചാനലാണ്. അതിൻ്റെതായ വഴിക്ക് വിടുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ സപ്പോർട്ട് കണ്ട് നല്ല രീതിയിലുള്ള കമൻസുകൾ രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരിക. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക്, ആരെങ്കിലും ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കാതെ കൃത്യമായിട്ടുള്ള കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ഏത് രീതിയിലാകും, നമ്മൾ നല്ലതാണ് പറയുന്നതെങ്കിലും അത് ഏത് രീതി വരും എന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ അറിയിച്ചു എന്ന് മാത്രം. ആരും സത്യാവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കാതെ ആരെയും ക്രൂശിക്കരുത്. മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇടപെടുക. ഓക്കെ, അപ്പം രുദ്രാർദ്ധ 2000 മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.